എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്കും വാക്ക് ലീഡിന്റെ പേരിൽ ഡി ലീഡ് ഇന്റർനാഷണലിന്റെയും വാക്കർ ഫൗണ്ടേഷന്റെയും ഡയറ്റിന്റെയും നമസ്കാരം. ഇപ്രാവശ്യത്തെ 2026-27 അധ്യയന വർഷത്തിലെ വാക്ക് ലീഡിന്റെ ഫേസ് 4 4ാം ഘട്ടം ഇതാ തുടങ്ങുകയായി. ജൂൺ പകുതിയോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലെയും 30 കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി കുട്ടികൾ, താല്പര്യമുള്ള ഒട്ടനവധി കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലേറ്റവും സന്തോഷകരമായി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടി ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടു കൂടി പറയട്ടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെയധികം കുട്ടികൾ സ്വപ്നം കണ്ടിട്ടുള്ള, അവസരങ്ങൾ തേടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിലേക്കാണ് നിങ്ങളുടെ കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ശരിക്കും വാക്ക് ലീഡ് പ്രോഗ്രാമിന്റെ ഏറ്റവും ഗുണകരമായ ഒരു കാര്യം? കുട്ടികൾ റോബോട്ടിക്സും അതുപോലെ തന്നെ പ്രശ്നപരിഹാര ശേഷിയും ക്രിയാത്മകതയും ആശയവിനിമയവും എല്ലാം ഹാൻഡ്സ് ഓൺ ആയി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വാക്ക് ലീഡ് എന്ന് പറയുന്നത്. ഇത് മുഴുവനായും സപ്പോർട്ട് ചെയ്യുന്നതും ഫണ്ടും അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ നട്ടലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്കർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കമ്പനിയും അതിന്റെ സ്ഥാപനം കൂടിയാണ്. ഒപ്പം തന്നെ ഡയറ്റിന്റെ മേൽനോട്ടത്തിലാണ് കോഴിക്കോടും മലപ്പുറവും വയനാടും ഈ പ്രോഗ്രാം ഈ അധ്യയന വർഷത്തിൽ നടത്തുന്നത്. രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ വലിയ സുവർണ അവസരം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ലാസ് പോലും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഓരോ ആഴ്ചയും ഉണ്ടാവുന്ന, ഓരോ ദിവസവും 2 മണിക്കൂർ വെച്ചുണ്ടാവുന്ന ഈ ക്ലാസ്സിന് ഒരിക്കലും ക്ലാസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ വളരെയധികം കുട്ടികളിൽ നിന്ന് 30 കുട്ടികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ കുട്ടി ഒരു ദിവസം ക്ലാസ് മിസ്സാക്കുമ്പോൾ അത് ഒരു കുട്ടി, തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന ഒരു കുട്ടിയുടെ അവസരം കൂടിയാണ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒപ്പം ഓരോ സെഷനും ഓരോ ക്ലാസ്സുകളും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും പ്രധാനപ്പെട്ടതാണ്. അത് കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നതിനും കൂടി വലിയ ഭാഗമായി മാറും. ഒരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ആശംസ കൂടി നേരെയാണ്. എന്തെങ്കിലും രീതിയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന അവസരത്തിൽ സ്കൂളിനെയും ക്ലാസ് പഠിപ്പിക്കുന്ന മെന്ററെയും അധ്യാപകനെയും അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഈ പ്രോഗ്രാം കൊണ്ട് ഓരോ കുട്ടിക്ക് ഉണ്ടാകുന്ന മെച്ചവും അവര് സ്റ്റേജില് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതായിക്കോട്ടെ, പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും അവർക്കുണ്ടാവുന്ന മെച്ചപ്പെട്ട അനുഭവങ്ങളും വൈഭവശേഷിയുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായി കഴിഞ്ഞ ഫേസ് 3-ഉം ഫേസ് 2-ഉം ഫേസ് 1-ന്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതെല്ലാ രീതിയിലും കുട്ടികൾക്ക് നൽകുന്ന ഒരു ഉന്നതിയായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം, നമ്മൾ കുട്ടികളുടെ മാറ്റം അളന്നു നോക്കുന്നതിനും മാറ്റം എത്രത്തോളം ഉണ്ടായി എന്നറിയുന്നതിനും ഒരു ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ കുട്ടികളിലേക്ക് എടുക്കുന്നുണ്ട്. അത് പാരന്റ്സും ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളും ഒരുമിച്ച് അതിന്റെ ഒരു ഭാഗമായി മാറുന്നുണ്ട്. എത്രത്തോളം മാറ്റം പ്രോഗ്രാം തുടങ്ങി കുട്ടികൾക്കുണ്ട്. നമ്മൾക്ക് പാരന്റ്സ് എന്ന രീതിയിൽ രക്ഷിതാക്കൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയി അറിയേണ്ട ഒരു കാര്യമാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉണ്ടായ മാറ്റം. ഓരോ കുട്ടികളിലേക്കും ഓരോ പാരന്റ്സിലേക്കും അതിന്റെ ചോദ്യാവലിയെ നമ്മൾ തയ്യാറാക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഭാഗം, പ്രോഗ്രാം തുടങ്ങി നമ്മൾ കുട്ടികൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുകയും ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് തുടങ്ങുന്ന ഇനോഗ്രേഷൻ. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിന് എല്ലാ പാരന്റ്സും, നമ്മുടെ കുട്ടിക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടിയ സ്ഥിതിക്ക് എല്ലാ പാരന്റ്സും അന്നേ ദിവസം അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ കുട്ടിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എന്നുള്ള ഒരു വിവരണം കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും അന്നേ ദിവസം സ്കൂളിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച്, അവരുടെ അറിയിപ്പ് അനുസരിച്ച് എത്തി തീർച്ചയായും അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വട്ടം കൂടി ഞാൻ പറയുന്നു, ഇത് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അവസരമാണ്. അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനായി രക്ഷിതാക്കളായി നമ്മൾ കൂടെ ഉണ്ടാവുക. തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു.